ആഹാ, പുതുപ്പെണ്ണ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? വലിയ കോടീശ്വരനെയൊക്കെ കെട്ടിയിട്ട്? എൻ്റെ അമ്മേ. ഓ എന്നാ പറയാൻ, എപ്പോഴും യാത്രയാ. ആ, ഭാഗ്യമുള്ളവളാ കേട്ടോ. നീ പണ്ട് തൊട്ടേ അല്ലേലും അങ്ങനെ ഭാഗ്യം നല്ലതായില്ലേ. നിന്റെ ബോയ് ഫ്രണ്ട്സിൽ ഏതിനേലും കിട്ടിയിരുന്ന ഇത്ര നിനക്ക് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നോ? ഭയങ്കര യാത്ര, എപ്പോഴും പെട്രോൾ പമ്പിലാ. അതന്നെ, പെട്രോൾ പമ്പ് സ്വന്തമായിട്ടുണ്ട്? ഇല്ല, ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ ലിറ്ററേ അടിക്കത്തുള്ളൂ. സൂക്ഷിച്ച് ഉപയോഗിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നാ പുള്ളിക്കാരൻ പറയുന്നത്. ഇങ്ങനെ സൂക്ഷിച്ച് അങ്ങനെ സൂക്ഷിച്ച് ഷെയറിലിടണം. ഷെയറാ? അയ്യോ, ഇപ്പൊ ഭയങ്കര ഷെയറാ. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. ഇതല്ല പ്രശ്നം. പിന്നെ കഴിച്ചോണ്ടിരിക്കും പറയും, ഇതല്ല കഴിച്ചോണ്ടിരിക്കും പറയും മതി 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 മതി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ കഴിക്കാൻ പോകുന്നു? ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ കഴിക്കത്തില്ല പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇതെന്താ പിന്നെ ഷെയറിലിടാനാണെന്ന് ചോദിച്ചു. അല്ല പിന്നെ എല്ലാം കൂടെ ഷെയറിലിടും. 100 കോടി ഉണ്ട് ഇപ്പൊ എന്റെ ഷെയറിൽ. ഭക്ഷണം എന്നും ഈ വളിച്ചത് കഴിച്ച് മടുത്ത്. അയ്യോ, അതിന് നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ ആരോഗ്യ പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. നിനക്കറിയത്തില്ല, ഇത്രയും പഠിച്ചതല്ലേ നീ. ഉണ്ടാക്കുന്ന ഭക്ഷണം അന്നേരം തന്നെ കഴിക്കണം. അല്ല ഫ്രിഡ്ജിലോട്ടങ്ങ് തള്ളി കയറ്റി വെക്കണം. എന്റെ പൊന്നടി, ചീഞ്ഞ തക്കാളി കൊണ്ട് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ചീഞ്ഞ എടുക്കാൻ പാടുള്ളൂ എന്നാ പുള്ളിക്കാരൻ പറയുന്നേ. നിങ്ങളുടെ വീട്ടിൽ ചീഞ്ഞ തക്കാളി, ചീഞ്ഞ വെണ്ട, അതുകൊണ്ട് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചീഞ്ഞ വീട് നാക്കി ഞാൻ ആ വീടിന്റെ പേര്. അത് മാത്രം. ഞങ്ങളൊരു ഫ്രിഡ്ജില് ഞാൻ വെക്കും, രാവിലെ എണീറ്റ് നോക്കുമ്പോ അതും ചീഞ്ഞത്. അതല്ല, ഞാൻ കടന്നിറങ്ങും, പുള്ളിക്കാരൻ അത് പോയി ഓഫ് ചെയ്യും. കറണ്ട് ചാർജും കൂടെ ഷെയറിലോട്ട് ഇടാനായിട്ട്. ഇത് ഞാൻ പണ്ട് പറഞ്ഞു, മൈസർ ഗ്രേറ്റ് മൈസർ നമ്മൾ പഠിച്ചില്ലേ? അയ്യോ, അതൊക്കെ ഉണ്ട്. ഇതൊക്കെ മൈസർ പ്രോമാക്സാ. അയ്യോ, ഞങ്ങൾ പിന്നെ ഒരു ദിവസം ബിരിയാണി വെക്കാന്ന് പറഞ്ഞു. ബിരിയാണി വെക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 3 തക്കാളി, 2-3 സവോള, അതൊക്കെ വേണമെന്ന് പറഞ്ഞു. കറക്റ്റ് അത്രയും മേടിച്ചോണ്ട് വന്നേക്കുന്നു. ഞാൻ പറഞ്ഞു, പക്ഷെ ഇവിടെ ഫ്രിഡ്ജ് ഇല്ലേ എന്ന് ചോദിച്ചു. ഇപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല, പുള്ളിക്കാരനെ രാത്രി പോയി ഓഫ് ചെയ്യുമല്ലോ. എന്നാ പറയണ, പിശുക്കന്റെ പിശുക്കൻ. അയ്യോ, ഭയങ്കരമായി പോയി കേട്ടോ.